തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുമ്പോൾ ഭക്തർക്കൊപ്പം തന്നെ അവിടെ സജീവമാകുന്ന ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരിൽ പലരും പതിറ്റാണ്ടുകളായി പതിവ് തെറ്റിക്കാതെ തൃച്ചംബരത്തെത്തുന്നവരാണ്. പൂക്കോത്ത് നട മുതൽ ക്ഷേത്ര സന്നിധി വരെ നീളുന്ന ഈ ചന്തകളിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ വിൽക്കാനിരിക്കുന്ന മനുഷ്യർ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി ഈ ഉത്സവ പറമ്പിലെ സ്ഥിര സാന്നിധ്യമായ കമലയെയും കുട്ടനെയും പോലുള്ളവരുടെ വിശേഷങ്ങളിലേക്ക്. പൊരിയുടെയും മുറുക്കിന്റെയും മണം കലർന്ന അന്തരീക്ഷം, കുപ്പിവളകൾ കിലുങ്ങുന്ന വഴിയോരങ്ങൾ, തൃച്ചംബരത്തെ പൂക്കോത്ത് നട മുതൽ ക്ഷേത്ര സന്നിധി വരെ നീളുന്ന ആ ചന്തയിൽ ഒരുപാട് ജീവിതങ്ങൾ പടുത്തുയർത്തപ്പെടുന്നുണ്ട്. സ്വന്തം സങ്കടങ്ങൾക്കും പരിഭവങ്ങൾക്കും ഒട്ടും നേരം കൊടുക്കാതെ ഒരു ഉത്സവപ്പറമ്പിൽ നിന്നും അടുത്തതിലേക്ക് കിലോമീറ്ററുകൾ താണ്ടുന്നവർ. പുളിമ്പറമ്പ് സ്വദേശിനിയായ കമലയെ സംബന്ധിച്ച തൃച്ചംബരം ഉത്സവം തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി കമല ഉത്സവ പറമ്പുകളിൽ മധുരപലഹാര വിൽപ്പനയുമായി ഉണ്ട്. പാലക്കാട്ടുകാരായ മാതാപിതാക്കളുടെ കൈപിടിച്ചു തുടങ്ങിയ ഈ യാത്ര ഇന്നും തളരാതെ തുടരുന്നു. 10 വയസ്സു മുതൽ മാതാപിതാക്കൾക്കൊപ്പം ഉത്സവപ്പറമ്പിലെ കച്ചവടത്തിൽ സജീവമാണ്. അവരുടെ മരണശേഷം സ്വന്തമായി കച്ചവടം തുടരുന്നു. ഈ പരിപാടിയിൽ ഞങ്ങൾ വന്നിട്ട് 10-50 വർഷത്തോളമായി ഈ പരിപാടി പലഹാരവും പൊരി അതും ഇതെല്ലാം വാങ്ങി ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു. സ്വന്തമായിട്ട് അച്ഛനമ്മേൻ്റെ കൂടെ കുറേ കാലം മുമ്പ് ചെയ്തിരുന്നു. അവരെ കൂട്ടത്തിൽ അങ്ങനെ പോയിരുന്നു. തിരുച്ചംബരത്ത് വന്ന് 50 വർഷം ഉണ്ടാവും, 50 വർഷത്തിന് മേലെ ഉണ്ടാവും. ഞങ്ങൾ വളർന്നത് ജനിച്ചതൊക്കെ ഇവിടെയാണ്. മക്കളല്ലേ എവിടെയാണ് വളർന്നത്, ജനിച്ചത്. പയ്യാവൂര്, ആലക്കോട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം സ്ഥലം എടുത്തിട്ട് കച്ചവടം ചെയ്യും. കച്ചവടം ഇപ്പം വളരെ മോശമാണ് കച്ചവടം. കമലയെപ്പോലെ തന്നെയാണ് പാലക്കാട് സ്വദേശി 60 വയസ്സുകാരനായ കുട്ടനും. ഉത്സവങ്ങൾ ഇവർക്ക് വെറും കച്ചവടമല്ല, മറിച്ച് പ്രതീക്ഷകളുടെ വലിയൊരു ലോകമാണ്. പരിചിത മുഖങ്ങളെ കാണുമ്പോഴുള്ള ആ കുശലം പറച്ചിലും ചിരിയും കളികളുമെല്ലാം ഉത്സവത്തിന് കൂടുതൽ അഴകേകുന്നു. ഒരു നാടിന്റെ ആഘോഷം തീരുമ്പോൾ ഇവർ തങ്ങളുടെ കെട്ടുഭാണ്ഡങ്ങളുമായി അടുത്ത പൂരപ്പറമ്പിലേക്ക് യാത്ര തിരിക്കും. വിശ്രമമില്ലാത്ത ഈ യാത്രക്കിടയിലും ഇവരുടെ മുഖത്തെ പുഞ്ചിരി മായുന്നില്ല. കളിമൺ പാത്രങ്ങൾക്കും കളിപ്പാട്ടങ്ങൾക്കും പിന്നിൽ ഇനിയും ഒരുപാട് പേരുടെ അതിജീവനത്തിന്റെ കഥകളുണ്ട്. ആ കഥകൾക്ക് എന്നും പ്രതീക്ഷയുടെ നിറമാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.